ആരാധനാ കേന്ദ്രമായ ഡൽഹിയിൽ വെച്ച് ഭാരതം അറിയപ്പെടുന്ന ലീല ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ വളരെ മഹനീയമായ ഒരു ഹോട്ടലിൽ വെച്ച് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷന്റെ ഐക്കൺ ഓഫ് ദി ഇയർ 2021 എന്ന വളരെ സന്തോഷകരമായ ഒരു പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് നമ്മുടെ സ്നേഹകൂടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ജപമാലയും കൈരാന്തി അഗ്നിസ്ഫുടം ചെയ്തെടുത്ത മനസാംശംഭുമോദി ജന്മഗേഹം വിട്ടിറങ്ങിപ്പോർവഭയാർത്തിയാവൻ പാത്രത്തിൽ നിറയ്ക്കുവരിക തിരിച്ചേ. നമ്മുടെ രാജ്യത്ത് ഏറ്റവും ഉന്നത അവാർഡുകളിൽ ഒന്നായ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ്റെ ഈ വർഷത്തെ ഏറ്റവും മികച്ച സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിൽ ഡൽഹിയിൽ നടന്ന മഹത്തായ ആ ഒരു മീറ്റിംഗിൽ പങ്കെടുത്ത് അവാർഡ് വാങ്ങിയ ശേഷം നമ്മുടെ ഇതിലേക്ക് എത്തിയ ഒരു നിമിഷമാണ്. നമുക്കറിയാം, നമുക്ക് ഒന്നും അവിടെ പോകാനോ ആ ചടങ്ങ് കാണാനോ സാധിച്ചില്ലെങ്കിലും നമ്മുടെ പ്രിയങ്കനായ സെക്രട്ടറി ശ്രീ അനുരാഗ്, നമ്മുടെ പ്രിയങ്കനായ മാനേജർ മിലൻ, നോയൽ, ഇവർ 3 പേർക്കും ആ ഒരു ചടങ്ങ് നേരിട്ട് കാണാനുള്ള ഭാഗ്യം ലഭിച്ചു. അവിടെ ആ പരിപാടിയൊക്കെ നടക്കുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിൽ അവിടെ നടക്കുന്ന പരിപാടികളെക്കുറിച്ച് കടന്നുപോയി, ഓരോ സീനും കടന്നുപോയി. കുടുംബാംഗങ്ങൾ മാത്രം കൂടി ഇരുന്നുകൊണ്ട് ഇത്രയും വലിയ പുരസ്കാര ജേതാവായ ശ്രീ നിഷയെ അഭിനന്ദിക്കുന്നതും അർഹതയ്ക്കുള്ള അംഗീകാരം ഭാരതത്തിലെ ചെയ്ത സൽപ്രവർത്തിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരമാണ് ഇന്നിവിടെ നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഒരു നിലയിലേക്ക് ഈ അവാർഡിനെ ആത്മാർത്ഥതയോടുകൂടി ഇവിടെ നോക്കുന്നത് കാണുമ്പോൾ ഇതൊക്കെ ശരിക്കും ഭാഗ്യം ചെയ്ത അച്ഛനമ്മമാരാണ് ഇവിടേക്ക് എത്തിപ്പെട്ടതെന്ന് എനിക്ക് മനസ്സിലായി. ആദ്യം തന്നെ വളരെ ചമ്മലോടെയാണ് ഞാൻ ഈ വേഷത്തിലെ നിങ്ങളെ മുന്നിൽ നിൽക്കുന്നതെന്ന് പറയുന്നത്. കാരണം ഞാനത് അറിഞ്ഞില്ല, ഇത്രയൊരു സംഭവമൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഇവിടെ ഇതിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോഴാണ് ഇവർ ബോർഡ് കാണിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇവിടെ എന്താ പറയുക ഒപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ വീട്ടിലേക്ക് നേരെ പോയിട്ട് വൈകുന്നേരം ഉറങ്ങിയിട്ടൊക്കെ വരാമെന്ന് ഓർത്തിട്ടാണ്. അതാണ് ഞാൻ ഡ്രസ്സൊന്നും മാറാതെ വന്ന വേഷത്തിൽ. ഇവിടെ എന്നെ ഇങ്ങനത്തെ വേഷത്തിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇത് ചേരുന്നുണ്ടോ? ഉണ്ടോ? അപ്പോൾ യാത്രകളിൽ നമുക്ക് മറ്റുള്ള വേഷങ്ങൾ പാടായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വേഷം എടുത്തുകൊണ്ട് പോകേണ്ടി വന്നത്. ഇവിടെ എത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഞങ്ങളുടെ വീട്ടിൽ ഒരു ചമ്മലായി പോയത്. എന്തായാലും ഞാൻ സ്നേഹത്തിലൊരു പരിപാടി ഓർഗനൈസ് ചെയ്തതിൻ്റെ 10 ഇരട്ടി അടിപൊളിയായിട്ടാണ് ഈ ചടങ്ങ് ദിലീപേട്ടൻ ഓർഗനൈസ് ചെയ്തിരുന്നത്. വളരെ സന്തോഷം. ആദ്യം തന്നെ ദിലീപേട്ടനോട് ഒരു താങ്ക് പറയുകയാണ്. ലോകത്തിന്റെ ഏത് കോണിൽ പോയി അവാർഡ് മേടിച്ചാലും ഏതറ്റം വരെ പോയാലും സ്നേഹകൂടിൽ നിങ്ങൾ തരുന്ന ഈ അംഗീകാരത്തിനോളം വലുതല്ല എനിക്ക് തോന്നും. ഇപ്പം ദിലീപേട്ടൻ അക്ഷരാർത്ഥത്തിൽ ഓരോ വാക്കുകളും എന്നെപ്പറ്റി വിശദമായിട്ട് തന്നെ പറഞ്ഞു. കാരണം എനിക്ക് തോന്നുന്നു ഫേസ്ബുക്കിൽ ആദ്യം മുതൽ തന്നെ ഫോളോ ചെയ്ത് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ദിലീപേട്ടൻ. അതുകൊണ്ടാണ് ഓരോരോ കാര്യങ്ങളായിട്ട് എടുത്തെടുത്ത് പറഞ്ഞത്. എനിക്ക് സംസാരിക്കാൻ ഇല്ലാത്തതുപോലെ കറക്റ്റായിട്ട് ദിലീപേട്ടൻ ഇവിടെ പറഞ്ഞു. ഒരുപാട് അനുഭവങ്ങളുടെ തിരിച്ചുളയിൽ
ഒരു പെൺകുട്ടി കടന്നു വരുമ്പോൾ സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും കുടുംബത്തിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെ നേരിട്ടിട്ട് ഒരുപാട് പ്രശ്നങ്ങളിൽ കരഞ്ഞു ഉറങ്ങിയ എത്രയോ രാത്രികൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കാൻ പറ്റത്തില്ലാതെ പുറകോട്ട് പിന്തിരിഞ്ഞു നിന്ന ഒരുപാട് അവസരങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അന്ന് തളർത്തിക്കളഞ്ഞു ഒന്നുമല്ലെന്ന ആ ഒരു സ്റ്റേജിൽ 3-4 വട്ടം ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു. അപ്പം ജീവിതത്തിൽ അങ്ങേയറ്റത്ത് നിന്നും ഒരുപാട് പ്രയാസങ്ങളിൽ നിന്നുമാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഒരു ഇറങ്ങി സംസാരിക്കുന്നത്. അതിനു മുമ്പ് ഒരിക്കലും ഞാൻ നിങ്ങളെ വിളിക്കാൻ സംസാരിച്ചിട്ടില്ല. ഇതെനിക്ക് കിട്ടുന്ന 3ാമത്തെ ദേശീയ പുരസ്കാരമാണ്. 3ാമത് ദേശീയ പുരസ്കാരമാണ് നമ്മൾ സ്നേഹം കൊണ്ടുവന്നിട്ട് ഞാൻ നേടിക്കുന്നത്. പക്ഷെ ദിലീപേട്ടനിപ്പം പഴയ കാലത്തേക്കൊന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. അപ്പം ഒരുപാട് നഷ്ടപ്പെടലുകളും ഒറ്റപ്പെടുത്തലുകളും ഒക്കെ പ്രതിസന്ധികളിൽ നിന്നും തന്നെ കയറി വന്ന ഒരാളായതുകൊണ്ട് തിരിഞ്ഞൊരു പടി നോക്കാൻ ഞാൻ ഒരുക്കമല്ല. എൻ്റെ യാത്രകൾ മുന്നോട്ട് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്താണെങ്കിലും ദൈവം ഇവിടം വരെ നടത്തി. 2013 ഞാൻ ജീവകാരുണ്യ പ്രവർത്തന രംഗത്തിറങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായെങ്കിലും 2013-14 കാലഘട്ടത്തിലാണ് സ്നേഹക്കൂട് എന്നുള്ള ഒരു ചാരിറ്റബിൾ ട്രസ്റ്റും ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ടു പോയ അത് ഞാൻ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ അനാഥാലയങ്ങൾ സന്ദർശിച്ചപ്പോൾ ഈ ജയിലിലെ പോലെ അടച്ചിട്ടിരിക്കുന്ന മുറികളിലുള്ള അച്ഛനമ്മമാരെ കണ്ടപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഒരു കൂട്ടുകുടുംബ രീതിയിൽ ഒരു സ്ഥാപനം തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് സ്നേഹക്കൂടിന് തിരിതെളിക്കുന്നത്. ഒരച്ഛനും ഒരമ്മയും പോലും അനാഥരായി സ്നേഹക്കൂടിൻ്റെ പടി കടന്നെത്താതെ ഈ സ്ഥാപനം പൂട്ടിപ്പോണേ എന്നുള്ള ആഗ്രഹത്തോടു കൂടി സ്നേഹക്കൂടിന് തിരിതെളിച്ച ഒരാളാണ് ഞാൻ. പക്ഷെ 6 മാസങ്ങൾക്കുള്ളിൽ തന്നെ നിരവധി അച്ഛനമ്മമാരാണ് സ്നേഹക്കൂട് അഭയമന്ദിരത്തിലേക്ക് എത്തിയത്. ഏകദേശം 170-ൽ പരം അച്ഛനമ്മമാർക്ക് അഭയം കൊടുക്കാനും സ്നേഹക്കൂടിന് ഇതുവരെ സാധിച്ചു. പറയാൻ എന്താണ് വാക്കുകളില്ല. നമ്മളുടെ ഒരു അവശേഷിപ്പ് അല്ലെങ്കിൽ നമ്മൾ ഈ സമൂഹത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ അടയാളപ്പെടുത്തലുകളാണ് അവയുടെ ശരിക്കും അല്ലേ. അല്ലാതെ സമ്പാദിച്ചു കൂട്ടി ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? വന്നപ്പോഴും പ്രളയം വന്നപ്പോഴും ഒക്കെ നമ്മൾ കണ്ടു അവസ്ഥകളും ബുദ്ധിമുട്ടുകളും ഒക്കെ. പക്ഷെ അന്നും ഇന്നും ഞാനൊരു ദരിദ്രയായിട്ടുള്ള ആൾ തന്നെയാണ്. പക്ഷെ എനിക്കതിനകത്ത് യാതൊരു അപമാനക്കുറവുമില്ല. എൻ്റെ സമ്പത്തും സ്നേഹക്കൂടാണ്, നിങ്ങളാണ് എന്ന അഭിമാനത്തോടുകൂടി ഞാൻ എവിടെയും പറയാനാണ് എനിക്കിഷ്ടം. അപ്പം ഒത്തിരി സന്തോഷം ഇവിടെ തന്നെ ആദരവിന് എനിക്കൊപ്പം എന്താണ് പറയുക സജൻ സാറിൻ്റെ അന്നേരം ഒന്നും അനക്കം 3 ദിവസം കൊണ്ടുണ്ടായിരുന്നു. ഒരനക്കവും ഇല്ലായിരുന്നു. ഇവിടെയായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അല്ലെങ്കിൽ മെസ്സേജിൽ കൂടിയൊക്കെ നല്ല രീതിയിൽ കാര്യങ്ങൾ തിരക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ശരിക്കും അവിടെ എത്തി ആദരവ് മേടിക്കാൻ കയറിയപ്പോൾ എന്നെ ഇറക്കിയത്. കാരണം ഭാഷയുടെ ഒരു വലിയ പ്രശ്നമുണ്ട്. ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ നന്നായിട്ട് സംസാരിക്കുന്നവരുടെ ഇടയിൽ ഹിന്ദി സംസാരിക്കാൻ അറിയാമല്ലാത്തതുപോലെ എൻ്റെ വലിയൊരു പ്രശ്നം എനിക്കുണ്ടായിരുന്നു. പക്ഷെ അതിനെയൊക്കെ ഓവർകം ചെയ്ത് അത്രയും ആളുകളുടെ ഇടയിൽ അത്രയും വലിയൊരു വേദിയിൽ ആദരവ് മേടിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. അതിന് സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ തന്നെ അനുരാജ് ചേട്ടനും മിലനും നമ്മുടെ നോയലും ഒപ്പത്തിനൊപ്പം നിന്നതുകൊണ്ടാണ് ചെവിയിലേക്ക് കയറാനെങ്കിലും എനിക്ക് സാധിച്ചത്. ഒരു ആത്മവിശ്വാസത്തോടു കൂടി ഒരു തള്ളയിടുകയായിരുന്നു തന്നെ. കാരണം അത്രയും വലിയൊരു ജനക്കൂട്ടമാണ് കണ്ടത്. എല്ലാം VIP-കളാണ്. എനിക്ക് തോന്നുന്നു നമ്മളെ വളരെ സാധാരണക്കാരായിട്ടുണ്ടായിരുന്നു തോന്നുന്നു. കാരണം എല്ലാം VIP-കളായിരുന്നു. മിസ്സിൻ്റെ ഒക്കെ അല്ലേ ഫോട്ടോ എടുക്കാനായിട്ട് ചെന്ന് നിന്നപ്പോൾ കെട്ടിപ്പിടിച്ച് നിന്നൊരു ഫോട്ടോ എടുത്തപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. അവരുടെയൊക്കെ വിനയം ഫോട്ടോ എടുക്കാൻ അടുത്ത് ചെന്ന് നിന്നപ്പോഴത്തേക്ക് അവരെ എണീറ്റ് വന്ന്. കാരണം ഈ ആദരവ് കിട്ടിയപ്പം അവരും കണ്ടിക്കോണം എത്രയോ വലിയൊരു വ്യക്തിയാണെന്നുള്ള രീതിയിലായിരിക്കും അവർ എണീറ്റ് കൊണ്ട് കെട്ടിപ്പിടിച്ച് നിന്ന് ഫോട്ടോ എടുത്തു. ഒത്തിരി സന്തോഷം. നിങ്ങൾ തരുന്ന ഈ സ്നേഹത്തിന് ഒപ്പം നമ്മളുടെ മുന്നോട്ടുള്ള ഓരോ ചുവടുവയ്പിലും താങ്ങായി തങ്ങളായിരുന്നു. ഒറ്റയ്ക്ക് നിന്നാൽ ഒന്നും ആകാൻ പറ്റില്ല. എനിക്കറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. സ്നേഹക്കൂടിൻ്റെ ഏറ്റവും വലിയ വിജയം എനിക്കൊപ്പം നിൽക്കുന്ന സ്നേഹക്കൂടിലെ നമ്മുടെ ഇവിടെയുള്ള സ്റ്റാഫാണ്. ഇപ്പം നമ്മുടെ ദിലീപേട്ടൻ പറഞ്ഞ പോലെ സ്റ്റാഫിന് പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ് ഇവരെല്ലാവരും. അപ്പോൾ നിങ്ങളാണ് ശരിക്കും നമ്മളുടെ ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ വിജയം. നിങ്ങളില്ലെങ്കിൽ ഞാനുമില്ല എന്ന് എല്ലാ രീതിയിലും ഞാൻ പറയാറുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളിന് മുന്നോട്ട് ഒരുപാട് ഉയരങ്ങൾ താങ്ങാറുണ്ട്. ജയൻചേട്ടനെ ചേട്ടാ ഒത്തിരി നന്ദി കേട്ടോ. ആദ്യം വന്നപ്പോൾ എനിക്കൊരു പൂവൊക്കെ തന്ന് എന്തായാലും വളരെ സന്തോഷമില്ല കേട്ടോ.
സ്നേഹത്തിന്റെ എക്സിക്യൂട്ടീവ് മെമ്പർമാരായ എല്ലാവരും അന്നയുണ്ട്. പ്രതീക്ഷിക്കാത്ത ഒരാളെ കൂടെ കണ്ടു. സജൻ സാറിന്റെ കൂടെ വന്നയാളാണ്. നെവിനെ ഹൃദയപൂർവ്വം സ്നേഹത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ല പാട്ടുകൾ പാടിയ നമ്മുടെ അനീഷേട്ടൻ അല്ലേ, എന്റെ പ്രിയപ്പെട്ട ഏട്ടൻ. എപ്പോഴും ഞാൻ പറയും എനിക്ക് മേഡം എന്ന് വിളിക്കുമ്പോൾ അനീഷേട്ടാ എനിക്കൊരു ബുദ്ധിമുട്ടാണ്, എന്റെ പേര് വിളിച്ചാൽ മതി. ഞാൻ അനീഷേട്ടനൊക്കെ ഇളയതാണ് അനീഷേട്ടാ, ഇളയതാണ്. അപ്പൊ ഞാൻ പറയും എന്നെ മേഡം എന്ന് വിളിക്കുന്ന എന്നെ പേര് വിളിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അനീഷേട്ടൻ എത്രയോ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്, പക്ഷെ എന്ത് ചെയ്താലും എന്നെ പേര് വിളിക്കില്ല, മേഡനെ വിളിക്കത്തുള്ളൂ. അപ്പം അനീഷേട്ടൻ പാട്ട് പാടി, ദിലീപേട്ടൻ്റെ ഒരു പാട്ട് എനിക്ക് തോന്നുന്നു ഇത്ര മനോഹരമായിട്ടൊരു പാട്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ദിലീപേട്ടൻ്റെ പാട്ട് കേൾക്കുന്നത്. ഒരു കുടുംബത്തോടെ എല്ലാവരും പാട്ടുകാരാൻ തോന്നുന്നത്. അന്വേഷിച്ച് നല്ല അടിപൊളിയായിട്ട് പാട്ട് പാടുന്നുണ്ട്. എന്താണെങ്കിലും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിലുള്ള എല്ലാവരുടെയും അച്ഛനമ്മമാരുടെയും അതുപോലെ സ്റ്റാഫിൻ്റെയും എല്ലാവരുടെയും സ്നേഹത്തോടെ എക്സിക്യൂട്ടീവ് ട്രസ്റ്റ് ബോർഡ് മെമ്പേഴ്സിൻ്റെയും എല്ലാവരും കൂടി ചേർന്ന് നൽകി ഈ ഒരു സ്വീകരണത്തിന് ഒത്തിരി നന്ദി. അപ്പോഴും എപ്പോഴും എൻ്റെ വാക്ക് അവസാന വാക്കിതാണ്, ലോകത്തിൽ എത്ര വലിയ ആദരവ് കിട്ടിയാലും നിങ്ങൾ തരുന്ന അംഗീകാരമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആദരവ് എന്ന് പറഞ്ഞുകൊണ്ട് പത്തനാ